ഒരു പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസത്തിലാണ് നമ്മളൊക്കെ ഇപ്പോഴുള്ളത്. ലോകത്ത് പുതുവർഷം എന്നതൊക്കെ വളരെ ആഘോഷമായി ആഘോഷിക്കുന്ന ഒരു കാലത്ത് ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ഒരു വർഷം അവസാനിച്ചു, ഒരു പുതിയ വർഷം ആരംഭിച്ചു. മുസ്ലിങ്ങളുടെ ജീവിതവുമായും സംസ്കാരവുമായും ആരാധനകളുമായിട്ടുമൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാലഗണന സമ്പ്രദായമാണ് ഹിജ്റ കലണ്ടർ അനുസരിച്ചുള്ള കാലഗണന സമ്പ്രദായം. ഹിജ്റ വർഷം 1446 മുഹറം മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 1445 എന്ന വർഷം അവസാനിച്ച് 1446 എന്ന പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ച് അത് പഠിപ്പിച്ച പാഠങ്ങൾക്കനുസരിച്ച് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിനോ ഒടുക്കത്തിനോ ഒന്നും ഒരു പ്രത്യേകതയും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഓരോ ദിവസവും എല്ലാ ദിവസങ്ങളും പുതിയ ദിവസങ്ങളാണ്. ആ ഓരോ പുതിയ ദിവസങ്ങൾ ഉണ്ടാകുന്നു, പഴയ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും അത് മാസക്കണക്കിനാവാം, കൊല്ലക്കണക്കിനാവാം. വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആശങ്കയോടുകൂടിയും ഉത്കണ്ഠയോടുകൂടിയും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എനിക്ക് അല്ലാഹു തആല അനുവദിച്ചു തന്നിരിക്കുന്ന ആയുസ്സിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം അവസാനിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ മരണത്തിലേക്ക്, എൻ്റെ ഖബറിലേക്ക് ഒരു വർഷം അടുത്തിരിക്കുന്നു എന്ന് ഇത്തിരി ഭയപ്പാടോടുകൂടി ഒരു വിശ്വാസിക്ക് ഇത്തരം ദിവസങ്ങൾ ചിന്തിക്കുവാൻ പ്രേരണ നൽകും. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ തൻ്റെ നാളേക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള സമയത്തിൽ നിന്നാണല്ലോ ഈ സമയം തീർന്നു പോയത്, ഞാൻ എന്താണ് ചെയ്തത് എന്ന് അവൻ ചിന്തിക്കട്ടെ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വർഷം, അതിലെ മാസങ്ങൾ, അതിലെ ദിവസങ്ങൾ, സമയങ്ങൾ, ഇതൊക്കെ ആ മുസ്ലിങ്ങളുടെ സംസ്കാരവുമായിട്ടും ചരിത്രപരമായിട്ടും അതിലേറെ ആരാധനകളുമായിട്ടും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇസ്ലാമിൽ ഏകദേശം എല്ലാ ആരാധനാകർമ്മങ്ങൾക്കും സമയം നിശ്ചയിക്കപ്പെട്ട ആരാധനാകർമ്മങ്ങളുണ്ട്, മാസങ്ങൾ നിശ്ചയിക്കപ്പെട്ട ആരാധനാകർമ്മങ്ങളുണ്ട്, രാവും പകലും വേർതിരിച്ച് നിശ്ചയിക്കപ്പെട്ട ആരാധനാകർമ്മങ്ങളുണ്ട്, സ്ഥലങ്ങൾ നിശ്ചയിക്കപ്പെട്ട ആരാധനാകർമ്മങ്ങളുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നമസ്കാരം എന്നത് കൃത്യമായ സമയം, മണിക്കൂറും മിനിറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരത്തിൻ്റെ സമയം പഠിപ്പിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ സമയം പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്നറിയോ? ഒരിക്കൽ ജിബ്രീൽ വന്നു, പ്രവാചകന് ഇമാമായിട്ട് നിസ്കരിച്ചു. പിറ്റേ ദിവസവും ജിബ്രീൽ വന്നു, പ്രവാചകന് ഇമാമായിട്ട് നിസ്കരിച്ചു. രണ്ട് സമയത്താണ് നിസ്കരിച്ചത്. ആദ്യം നിസ്കരിച്ച നമസ്കാരം ആ നമസ്കാര സമയത്തിൻ്റെ തുടക്കത്തിലാണ്. രണ്ടാമത് നിസ്കരിച്ച നിസ്കാരം ആ സമയത്തിൻ്റെ ഒടുക്കത്തിലാണ്. ആ രണ്ട് നമസ്കാരത്തിൻ്റെയും ഇടക്കുള്ള സമയം എത്രയാണോ ആ സമയമാണ് ആ നമസ്കാരത്തിനു വേണ്ടി അനുവദിക്കപ്പെട്ട സമയം. ആ സമയം കഴിഞ്ഞാൽ കൃത്യമായ കാരണങ്ങളില്ലാതെ, ശറഇൽ അനുവദിക്കപ്പെട്ട കാരണങ്ങളില്ലാതെ ഒരു നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ തന്നെ, അത് തിരിച്ചെടുക്കാൻ പിന്നെ അവനെ കൊണ്ട് സാധിക്കൂല. അപ്പം നമസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ട ഒരു ആരാധനാകർമ്മമാണ്. നോമ്പ് എന്നത് കാലം നിശ്ചയിക്കപ്പെട്ട ആരാധനാകർമ്മമാണ്. റമദാൻ മാസത്തിലെ ആ വിശുദ്ധമായ നോമ്പ്, നിർബന്ധമായ നോമ്പ് നമുക്ക് നോൽക്കാൻ പറ്റും. ഹജ്ജ് എന്നത് കാലം നിശ്ചയിച്ചിട്ടുണ്ട്, സമയം നിശ്ചയിച്ചിട്ടുണ്ട്, സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. ദുൽഹജ്ജ് 6 മുതൽ ദുൽഹജ്ജ് 13 വരെയാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ. അതിൽ ചില കാര്യങ്ങൾ
ളുഹ്ർ നിസ്കാരത്തിന് മുമ്പേ നിർവഹിക്കണം, പ്രഭാതത്തിന് ശേഷം ളുഹ്റിന്റെ മുമ്പായിട്ട് നിർവഹിക്കണം, ചില കാര്യങ്ങൾ ളുഹ്ർ നമസ്കാരത്തിന് ശേഷം നിർവഹിക്കണം. അങ്ങനെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്, സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ മക്കയിൽ വെച്ചാണ് ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ മിനയിൽ വെച്ചാണ് ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ അറഫയിൽ വെച്ചാണ് ചെയ്യേണ്ടത്. അതിന് സ്ഥലകാല സമയങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലഗണനാ സമ്പ്രദായവുമായി ഇസ്ലാമിന് വളരെയേറെ ബന്ധമുണ്ട് എന്നർത്ഥം. ഒരു കലണ്ടർ നമ്മുടെ വീടിൻ്റെ ചുമരിൽ തൂങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കലണ്ടർ അത് നമ്മുടെ സംസ്കാരവുമായിട്ടും നമ്മുടെ ജീവിതവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലണ്ടർ ആവണം. പലപ്പോഴും ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണാറുള്ള പലജാതി കലണ്ടറുകളുണ്ട്. ആൾ രൂപങ്ങളുള്ള, ജീവികളുടെ ചിത്രങ്ങളുള്ള, പരസ്യങ്ങളിലെ സുന്ദരികളുടെ ചിത്രങ്ങളുള്ള, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളുള്ള, അതേപോലെ നിഷിദ്ധമാക്കിയ പലിശയുമായി ബന്ധപ്പെട്ട ബാങ്കുകളുടെ, ബ്ലേഡ് കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ പറയുന്ന കലണ്ടർ. അതിപ്പോ എന്താ, ഒരു കലണ്ടർ അല്ലേ, അതിപ്പോ തീയതി അറിയാൻ വേണ്ടി തൂക്കിയതല്ലേ എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ അതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം, പല കലണ്ടറുകളും നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന പല കലണ്ടറുകളും ശിർക്കിന്റെ ഒക്കെ വലിയ പ്രചാരകരാണ്. ആ കലണ്ടറിന്റെ കോളങ്ങളിലൊക്കെ എഴുതി വെച്ച ചെറിയ അക്ഷരങ്ങൾ എപ്പോഴെങ്കിലും കണ്ണട വെച്ച് വെറുതെ ഒന്ന് വായിച്ചു നോക്കണ്ടേ. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറുകൾ നമ്മുടെ വിശ്വാസവുമായിട്ടും നമ്മുടെ ആചാരങ്ങളുമായിട്ടും നമ്മുടെ ആരാധനകളുമായിട്ടും ബന്ധപ്പെട്ട കലണ്ടറുകളായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കലണ്ടറിൽ എന്തിരിക്കുന്നു, അത്രമാത്രം നമ്മളൊക്കെ മനസ്സ് കുടുങ്ങിയവരാവാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വെക്കുക. സംസ്കാരവും ആചാരങ്ങളും ആരാധനകളുമൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് ഹിജ്റ കലണ്ടർ. ഞാൻ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഹിജ്റ കലണ്ടറിന്റെ ഉത്ഭവത്തെക്കുറിച്ച്. രണ്ടാമത്തേത് മുഹറ മാസത്തെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്. മൂന്നാമത്തേത് മുഹറ മാസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ച്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ 1 മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന രൂപത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ നമ്മൾ ഈ എണ്ണുന്ന മാസങ്ങളുണ്ടല്ലോ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ. ഒരു വർഷത്തിൽ 12 മാസങ്ങൾ എന്നത് ഏതെങ്കിലും കാലഘട്ടത്തിലെ രാജാക്കന്മാരോ അല്ലെങ്കിൽ മനുഷ്യ സമൂഹമോ അവർ ആവിഷ്കരിച്ച ഒരു കാലഗണനാ സമ്പ്രദായം അല്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നോക്കൂ, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന ഇദ്ദത്ത ശുഹൂരി, തീർച്ചയായും മാസങ്ങളുടെ എണ്ണം, ഇദ്ദത്ത ശുഹൂരി മാസങ്ങളുടെ എണ്ണം, ഇൻദല്ലാഹി അല്ലാഹുവിൻ്റെ അടുത്ത്, 12 ശഹ്റ 12 മാസങ്ങളാണ്. ഒരു കൊല്ലം, ഒരു വർഷം, അല്ലെങ്കിൽ ആ വർഷത്തിന്റെ ദിവസങ്ങളൊക്കെ എങ്ങനെയാവട്ടെ, ഒരു വർഷത്തിലെ മാസങ്ങളുടെ എണ്ണം അത് 12 എന്നത് അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള കണക്കാണ്. ഫീ കിതാബില്ല, അത് അള്ളാഹുവിന്റെ രേഖയിലുണ്ട്. എന്ന് മുതൽ എന്നറിയോ, യൗമ ഖലഖസ് സമാവാതി വൽ അർള. മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് മുതൽ എന്നല്ല, ആദം നബി വന്നത് മുതൽ എന്നുമല്ല, യൗമ ഖലഖസ് സമാവാതി വൽ അർള. ആകാശങ്ങളും ഭൂമിയും അള്ളാഹു സൃഷ്ടിച്ച ആ കാലത്തെ അള്ളാഹു തആല നിശ്ചയിച്ചതാണ്. മാസങ്ങളുടെ എണ്ണം 12. ലോകത്ത് വ്യത്യസ്ത സംസ്കാരം, പരസ്പരം അറിയാത്ത രാജ്യങ്ങളായി കിടക്കുന്ന വ്യത്യസ്ത ലോകത്തിലെ രാജ്യങ്ങൾ. അടുത്ത കാലത്താണല്ലോ ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആയത്. പണ്ട് ഓരോരുത്തരും ഓരോ നാട്ടിലാ. ഇന്ത്യ തേടി ഇന്ത്യ എന്ന രാജ്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെന്നെത്തിയവര് വേറെ രാജ്യത്താ എത്തിപ്പെട്ടത്, അല്ലേ? അങ്ങനെയാണ്. അവർക്കൊക്കെ കലണ്ടർ ഉണ്ട്, ആ നാട്ടിലൊക്കെ കലണ്ടർ ഉണ്ട്. കലണ്ടറിലെ പല പല പ്രത്യേകതയുണ്ട് ആ കലണ്ടറിനൊക്കെ. പക്ഷെ കലണ്ടറിലൊക്കെ മാസങ്ങളുടെ എണ്ണം 12. ഒരു കൊല്ലത്തിൽ
12 മാസം. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കലണ്ടർ നോക്കേണ്ടി ഏതൊക്കെ വർഷമുണ്ട്? ക്രിസ്തു വർഷമുണ്ട്, ഹിജറ വർഷമുണ്ട്, പിന്നെ ശകവർഷമുണ്ട്, പിന്നെ വേറെ വർഷമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ കലണ്ടറിലൊക്കെ എത്ര കൊല്ലങ്ങൾ ഒരു കോളത്തിൻ്റെ നടുവിൽ വലിയതാക്കി ക്രിസ്തു വർഷമുണ്ട്, ഒരു സൈഡിൽ മേലെ ഹിജറ വർഷമുണ്ട്, പുറത്ത് മലയാളമുണ്ട്, പുറത്ത് ശകവർഷമുണ്ട്, പുറത്ത് വേറെ ഉണ്ട്. അതിനിപ്പോൾ ചില പാരമ്പര്യമുള്ള പഴയ കലണ്ടറൊക്കെ ആണെങ്കിൽ അതിലേറെ വർഷങ്ങളാണ് ഒരു കലണ്ടറിൽ തന്നെ രേഖപ്പെടുത്തിയത്. ഈ കലണ്ടറുകളിലൊക്കെയും മാസങ്ങളുടെ എണ്ണം 12 തന്നെ. അല്ലാഹു തആല പറയാണ്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹു തആല നിശ്ചയിച്ചത് മാസങ്ങൾ 12ആണ്. ഈ 12 മാസങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും. മിൻഹാ, ആ 12ൽ നിന്ന് അർബഅത്തുൻ 4 മാസങ്ങൾ ഹുറും, അത് പവിത്രമായതാണ്. ദാലിക ദീനുൽ ഖയ്യിം, വളരെ കൃത്യമായ അള്ളാഹുവിൻ്റെ ആ കൃത്യമായ ദീനിൽ അത് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടുകയാണ്. 4 മാസങ്ങൾ അത് പവിത്രമായ മാസങ്ങളാണ്. ഏതാണ് ഈ പവിത്രമായ മാസങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു. അസ്സനത്തു 12 ശഹ്റ, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൽ ഹുറും, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ആ ഹദീസാണ്. അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. അത് അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചു, 4 മാസങ്ങൾ പവിത്രമാണ്. ഏതാണ് ആ പവിത്രമായ 4 മാസങ്ങൾ? സലാസത്തുൻ മുതവാലിയാത്തുൻ. ഈ പവിത്രമായ 4 മാസങ്ങളിൽ 3 മാസങ്ങൾ തുടർച്ചയായിട്ട് വരുന്ന മാസങ്ങളാണ്. വദുൽ ഹിജ്ജ, ദുൽഖഅദ, വദുൽ ഹിജ്ജ വൽ മുഹറം. നമ്മൾ എണ്ണുമ്പോൾ അല്ലേ, 10ാമത്തെ മാസം ദുൽഖഅദ, അല്ല 9ാമത്തെ മാസം ദുൽഖഅദ, 11ാമത്തെ മാസം ദുൽഖഅദ, 12ാമത്തെ മാസം ദുൽഹിജ്ജ്, പിന്നെ 1ാമത്തെ മാസമായ മുഹറം. വറജബു മുളർ, മുളർ ഗോത്രവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റജബ് മാസത്തെയും ഇതിൻ്റെ കൂടെ 4ാമത്തെ മാസമായി നമുക്ക് പഠിപ്പിച്ചു. അപ്പോൾ മൊത്തം 12 മാസങ്ങൾ. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. പവിത്രമായ മാസങ്ങൾ കൊണ്ട് പ്രത്യക്ഷമായി ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ 4 മാസങ്ങളിൽ യുദ്ധങ്ങൾ പാടില്ല. പുരാതന കാലത്തെ അറബികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏത് സമയത്തും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ചെറിയ ഒരു കാര്യത്തിന് പോലും ഭയങ്കരമായ പോരാട്ടങ്ങൾ. തൻ്റെ വീട്ടിലെ ഈത്തപ്പന മരത്തിൻ്റെ തൂമ്പ് അപ്പുറത്തെ വീട്ടിലെ ഒട്ടകം കടിച്ചതിൻ്റെ പേരിൽ വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധം ചെയ്തവരാണ് അവർ. ഈ യുദ്ധങ്ങൾ അവരുടെ കൃഷി, അവരുടെ കച്ചവടം, അവരുടെ ജീവിതം അതിനൊക്കെ ബാധിച്ചിരുന്നു. അവിടെയാണ് 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കി നിശ്ചയിച്ചു. ആ 4 മാസങ്ങളിൽ യുദ്ധങ്ങൾ പാടില്ല, കലാപങ്ങൾ പാടില്ല. അത് സമാധാനത്തിൻ്റെ കാലമാണ്, അവരുടെ കച്ചവടത്തിൻ്റെ കാലമാണ്, അവരുടെ ജീവിതത്തിലെ സമാധാനത്തിൻ്റെ കാലമായിട്ടാണ് ആ 4 മാസം അറിയപ്പെട്ടത്. ആ 4 മാസങ്ങൾ, അതിൽ 3 മാസങ്ങൾ തുടർച്ചയായി എണ്ണി വരുന്ന മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. 4ാമത്തേത് മുളർ. അല്ലേ? ഈ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ഈ പവിത്രമായ മാസങ്ങളുടെ സവിശേഷത, ആ പവിത്രമായ മാസങ്ങളിൽ ഒന്നായ മുഹറം മാസം, ആ മുഹറം മാസത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കേണ്ടത്. ഈ മുഹറം മാസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഈ മുഹറം മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുഹറം മാസത്തിന് കൊടുത്ത ഒരു പേരുണ്ട്, ഷഹ്റുല്ലാഹിൽ മുഹറം. ഷഹ്റുല്ലാഹ്, ആകെ 12 മാസം, അതിൽ 4 മാസം പവിത്രമായത്. ആ 4 മാസങ്ങളിൽ ഒന്നായ മുഹറം മാസത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം. അപ്പൊ എന്താ, ബാക്കിയുള്ളതൊക്കെ വേറെ ആരുതെങ്കിലോ? അല്ല, ഒക്കെ അള്ളാഹ് ഉണ്ടാക്കിയ തന്നെയാ. പക്ഷേ മുഹറം മാസത്തിന് ഒന്നുകൂടി അള്ളാഹുവിലേക്ക് ചേർത്തു പറയുക വഴി ആ മാസത്തിന്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്നർത്ഥം. മാത്രല്ല, ഈ റമളാൻ മാസം നോമ്പ് നിർബന്ധമാക്കുന്നത് ഹിജ്റ 6ാം വർഷത്തിലാണ്. ഈ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് റമളാൻ മാസത്തിൽ ഹിജ്റ 2ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. ഈ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ്
അല്ലാഹു തആല മുസ്ലിങ്ങൾക്ക് ഈ മുഹറം മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയിരുന്നു. മുഹറം 10 നോമ്പ്. പിന്നെ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആ നോമ്പ് നിർബന്ധമില്ല, നോൽക്കുന്നവർക്ക് നോൽക്കാം, അല്ലാത്തവർക്ക് നോൽക്കാതിരിക്കാം. അത്രയും പ്രാധാന്യമുണ്ട് ഈ മാസത്തിന് എന്നർത്ഥം. ഹിജ്റ കലണ്ടർ, ഈ മാസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് മുതലേ ഈ മാസങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി വരുന്നു. ആ മാസത്തിന് ദിവസങ്ങൾ കണക്കാക്കാറുണ്ട്, ആ മാസത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മാസങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വർഷം എന്ന സംവിധാനം ഉണ്ടായത് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. ഹിജ്റ കലണ്ടർ എന്ന പേരിൽ ഒരു കലണ്ടർ, ഒരു വാർഷിക കാലഗണനാ സമ്പ്രദായം മുസ്ലിം ലോകത്ത് രൂപപ്പെട്ടത് രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അതുവരെ കൊല്ലല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണെന്ന് ആ കൊല്ലം കൃത്യമായിട്ട് പ്രവാചകന്റെ സഹാബിമാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ചില ചരിത്രമൊക്കെ വായിക്കുമ്പോൾ കാണാം, നമ്മളൊക്കെ സാധാരണ നമ്മളെ പണ്ടത്തെ വല്യമാരോടൊക്കെ എന്നാണ് വല്യമ്മ നിങ്ങളെ കല്യാണം ഏത് കൊല്ലം നടന്നു വെച്ചാൽ വല്യമ്മക്ക് കൊല്ലൊന്നും അറിയില്ല. വല്യമ്മക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, ആ വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ 2ാം കൊല്ലേനുണ്ട് കല്യാണം എന്നാ പറയാം. അന്നങ്ങനെയാ, തൊട്ടടുത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും അവർ കാലത്തെ പറയാറുള്ളത്. ഇപ്പം നമ്മളൊക്കെ തന്നെ നമ്മുടെ കാലത്തിൽ ഇപ്പം എന്നാണ് ഇപ്പം നിങ്ങൾ പുതിയ ഷോപ്പ് എന്നാ അത് തുടങ്ങിയിട്ട് എന്നാ പൂട്ടിയത് കറക്റ്റ് അറിയില്ല. നമ്മളെ കോവിഡ് ഉണ്ടായില്ലേ, ആ കോവിഡിന് ശേഷം പിന്നെ തുറന്നിട്ടില്ല എന്നാ പറയാം. കൊല്ലൊന്നും ശരിക്കും അറിയില്ല, പക്ഷെ ഒരു സംഭവത്തെ നമ്മൾ ഓർത്തു വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന ആ കാലഘട്ടത്തിൽ മക്കയിലെ ആളുകൾ ഒരു കാര്യം പറയാൻ വേണ്ടി പലപ്പോഴും ഓർമ്മിക്കാറ്, ഈ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും വന്നല്ലോ, ആ സംഭവത്തെ, ആനക്കലഹ സംഭവത്തെ മുൻനിർത്തിയാണ് അവർ പലപ്പോഴും കാര്യങ്ങൾ വിശദീകരിക്കാറ്. പ്രവാചകന്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ചില ചരിത്രഗ്രന്ഥങ്ങൾ കാണാം, ആനക്കലഹ സംഭവം കഴിഞ്ഞ് 50 കൊല്ലം കഴിഞ്ഞാണ് പ്രവാചകൻ ജനിച്ചത് എന്ന് പറയുന്ന ചില രേഖകളുണ്ട്. അതല്ല 5 കൊല്ലം കഴിഞ്ഞാൽ ജനിച്ചത് എന്ന് പറയുന്ന രേഖ, ചെറിയ വ്യത്യാസമുള്ളല്ലേ. ആ രൂപത്തിൽ കാലത്തിന്റെ കൃത്യമായ വർഷങ്ങൾ പറയാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. മാസം പറയും, അത് റബീഉൽ അവ്വലിലായിരുന്നു, അല്ലെങ്കിൽ അത് റമദാനിലായിരുന്നു, അല്ലെങ്കിൽ ഈ ഹജ്ജ് എന്നൊക്കെ ഉള്ള കർമ്മം ഏത് കാലത്ത് തുടങ്ങിയതാ? ആ ഹജ്ജ് ദുൽഹജ്ജ് മാസത്തിലാ, അതിലൊരു മാറ്റമില്ല. അപ്പൊ ദുൽഹജ്ജ് മാസം ഉണ്ട്, ദുൽഖഅദ ഉണ്ട്, മുഹറം ഉണ്ട്, സഫർ ഉണ്ട്, ഈ മാസങ്ങളുണ്ട്. പക്ഷെ ഈ മാസങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വാർഷിക കാലഗണന ഇല്ല, അതിൻ്റെ ആവശ്യം അവർക്ക് വന്നതുമില്ല. എന്നാൽ 2ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം അറേബ്യൻ ഉപദ്വീപിന്റെ അതിർത്തികളൊക്കെ ഭേദിച്ച് യൂറോപ്പിലേക്ക്, ആഫ്രിക്കയിലേക്ക് പടർന്നു പിടിച്ചപ്പോൾ മദീനയിൽ നിന്ന് രാജാവ്, ഭരണാധികാരി അമീറുൽ മുഅ്മിനീൻ ദൂരനാട്ടിലെ ഗവർണർമാർക്കും പട്ടാള മേധാവികൾക്കും ചില രേഖകൾ കൊടുത്തയക്കുമ്പോൾ ആ രേഖകൾ അവിടെ എത്താൻ ദിവസങ്ങളും മാസങ്ങളും എടുത്തു. ദൂരേക്കല്ലേ, വാഹന സൗകര്യം ഇല്ലല്ലോ, ഈ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ ചാടി പോണ്ടേ. ഇന്ന് തന്നെ മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്തേക്കാണ് അന്ന് ഈ മൃഗത്തിന്റെ പുറത്ത് സഞ്ചരിക്കേണ്ടത്. ഒരു യുദ്ധത്തിന് ആവശ്യമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കാര്യങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അത് അവിടെ എത്തുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. ദൂരെത്തുമ്പോഴേ ഇത് എന്ന് കൊടുത്തയച്ചതാ, എന്ന് നടപ്പാക്കേണ്ടതാ, എങ്ങനെ ചെയ്യേണ്ടതാ, ഇതിന്റെ മറുപടി എപ്പോഴാ കൊടുക്കേണ്ടത്, എപ്പോഴാ ചെല്ലേണ്ടത്, എപ്പോഴാ വരേണ്ടത്, ആകെപ്പാടെ ഒരു പ്രശ്നം ഈ സംഭവത്തിൽ ഉണ്ടായി. അപ്പോ അന്ന് ഈ ഒരുപാട് കലണ്ടറുകൾ, ഓരോ മതത്തിന്റെ പേരിൽ ഒരുപാട് കലണ്ടറുകൾ ലോകത്ത് അന്ന് നിലവിലുണ്ട്. പക്ഷെ ഓരോ കലണ്ടറും ഓരോ മതവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ കലണ്ടറുകളും, ആ കലണ്ടറിലെ തീയതികളൊക്കെ ഏതെങ്കിലും ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട തീയതികളേക്കാരം. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹാബത്തും അവർ കൂടിയാലോചിച്ചു. മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നിശ്ചയിക്കാനും ആ കാര്യങ്ങൾക്ക് തീയതി നിശ്ചയിക്കാനും മുസ്ലിങ്ങളുടേതായ ഒരു കാലഗണനാ സമ്പ്രദായം വേണം. ആ ചിന്തയാണ്, ആ ചർച്ചയാണ്
ഒരു കലണ്ടറിലേക്ക് കടന്നു വരുന്നത്. അന്ന് മദീനയിൽ നിലവിലുണ്ടായിരുന്ന ഏറ്റവും സീനിയറായ പണ്ഡിതന്മാരായ സഹാബിമാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ആശയത്തെക്കുറിച്ച് അവരുമായി സംസാരിക്കുന്നത്. ആ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾ പോലും അത് വേണ്ടാന്ന് പറയോ അത് തെറ്റാന്ന് പറയുകയോ അതൊരു വേണ്ടാത്ത സംഗതിയാണെന്നോ ആരും പറഞ്ഞില്ല. അത് അത്രമാത്രം അനിവാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു കലണ്ടർ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു കലണ്ടർ രൂപീകരിക്കുമ്പോൾ ഒരു 1-ാം തീയതി വേണമല്ലോ. എന്ന് ഏത് സംഭവത്തെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവർ വിശ്വസിക്കുന്ന പോലെ യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ആ കലണ്ടർ രൂപീകരിച്ചത്. അങ്ങനെ ഓരോ കലണ്ടറും രൂപീകരിക്കുവാൻ ഒരു കാരണം ഉണ്ടാവും. ഒരു യുദ്ധം, ഒരു വിജയം, ഒരാളുടെ ജനനം, ഒരാളുടെ മരണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തെ മുന്നിൽ വെച്ചാണ് ഒരു കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു കലണ്ടർ തുടങ്ങുമ്പോൾ അതിന്റെ തുടക്കത്തിന് ഏത് സംഭവത്തെയാണ് മുമ്പിൽ വെക്കേണ്ടത് ചർച്ച ഉണ്ടായി. ചില ആൾക്കാർ പറഞ്ഞു നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അതിനെ മുൻനിർത്തിക്കൊണ്ടാവട്ടെ നമ്മുടെ കലണ്ടർ. അപ്പോ അലി ഇബ്നു അബീ ത്വാലിബിനെ പോലെയുള്ള സഹാബത്ത് പറഞ്ഞു പ്രവാചകന്റെ ജനനം എന്നാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് തുടങ്ങാൻ കഴിയില്ല. പ്രവാചകന്റെ ജനനം എന്നാണ് എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. കാരണം മക്കയിലെ ഒരുപാട് കുട്ടികൾ ജനിക്കുന്ന പോലെ അവരിൽ ഒരാളായിട്ടാണല്ലോ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ജനിക്കുന്നത്. ഇതൊരു പ്രവാചകനാണ് എന്ന് അവരാരും അറിഞ്ഞിട്ടില്ല. ഒരു സാധാരണ കുട്ടിയെ പോലെ ജനിച്ചതാ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണ കുട്ടികൾക്കൊന്നും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്തതുപോലെ അള്ളാഹുവിന്റെ റസൂലിനും രേഖപ്പെടുത്തപ്പെട്ട ഒരു ജനന തീയതി ഉണ്ടായില്ല. അപ്പോ എന്നാ പിന്നെ ഏത് വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്? അങ്ങനെ പല ചർച്ചകളുണ്ടായി. അവസാനം അവർ പറഞ്ഞത് നമ്മളൊക്കെ പകല് പോലെ കണ്ടതാണ്, പകല് പോലെ അറിഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാചകന്റെ ഹിജ്റ. അതുകൊണ്ട് അതിലാർക്കും തർക്കല്ല. ഹിജ്റ ഏത് മാസത്തിലായിരുന്നു, ഏത് ദിവസത്തിലായിരുന്നു, ഏത് സമയത്താണ്, അത് സഹാബത്തിന് കാണാപ്പാടാ. അതിലാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ആ ഹിജ്റയെ അടിസ്ഥാനമാക്കി നമുക്കൊരു കലണ്ടർ രൂപീകരിക്കാം. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ എന്ന പേരിൽ മുസ്ലിം ലോകത്ത് അവരുടെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കലണ്ടർ സംവിധാനം രൂപീകരിക്കപ്പെട്ടത്. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ആ കലണ്ടർ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിജ്റ കലണ്ടറും അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തേത്, ഈ ഹിജ്റ കലണ്ടറിലെ 1-ാമത്തെ മാസമായിട്ട് വരുന്നത് മുഹറം മാസമാണ്. ആ മുഹറം മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, മുഹറം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അർബഅത്തുൻ, ആ 4 മാസങ്ങൾ ഹുറും പവിത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഈ മാസത്തിന് മുഹറം എന്ന പേര് അത് പ്രത്യേകമായ ഒരു പരിശുദ്ധിയുടെ അടയാളമായിട്ടാണ് ആ മാസത്തിന് കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗതിയെ ആദരിച്ചാൽ, അല്ലാഹു ഒരു സംഗതിയെ ബഹുമാനിച്ചാൽ, ഒരു കാര്യത്തിന് അല്ലാഹു തആല പ്രാധാന്യം കൊടുത്താൽ അതിനെ ആ രൂപത്തിൽ ഉൾക്കൊള്ളുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് അത് മനുഷ്യന്റെ മനസ്സിലെ തെഖ്വയുടെ ഭാഗമാണെന്നാ. ഇപ്പൊ വിശുദ്ധമായ കഅബാലയത്തെ നമ്മൾ ആദരിക്കുന്നു, ഹജറുൽ അസ്വദിനെ നമ്മൾ ആദരിക്കുന്നു, സംസം വെള്ളത്തിനെ നമ്മൾ ആദരിക്കുന്നു. ചരിത്രത്തിൽ അല്ലാഹു തആല മഹത്വമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും മഹത്വമുള്ളതാണ്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മുഹറം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഏറ്റവും മോശപ്പെട്ട, ഒന്നിനും പറ്റാത്ത, ഒരു നല്ല കാര്യം തുടങ്ങാൻ പറ്റാത്ത, ഒരു പുതിയ ഏർപ്പാട് ഇറങ്ങാൻ പറ്റാത്ത, കല്യാണം നടത്താൻ പറ്റാത്ത, വീട് കൂടിയിരിക്കാൻ പറ്റാത്ത, ഒന്നിനും പറ്റാത്ത നശിച്ച ചില ദിവസങ്ങളായിട്ട് ഈ മാസത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ. ഓഡിറ്റോറിയങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ പറയേ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഓഡിറ്റോറിയത്തിൽ തിരക്കുണ്ടാവില്ല, ഒഴിവയ്ക്കാരം. എന്താ കാരണം അറിയോ? കല്യാണങ്ങൾ നടക്കൂല. കല്യാണത്തിന്റെ തീയതി കുറിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ ചുവരിൽ തൂക്കിയ കലണ്ടർ എടുത്തിട്ട് ഒരിങ്ങനെ നോക്കിയിട്ട് പറയാ ഒരു കാര്യം ചെയ്യാ, മുഹറം കണ്ട് കഴിഞ്ഞോട്ടെ അറിയും.
ഇനി മുഹറം ഒന്നും കഴിയാൻ നിൽക്കാൻ പറ്റൂല ഉസ്താദെ, ആകെ ലീവ് ആകെ 15 ദിവസം ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കാതെ നടത്തണം, എന്നാ പിന്നെ മുഹറം 10 അങ്ങോട്ട് കഴിഞ്ഞോട്ടെ അറിയും. സത്യത്തിൽ എന്താണ് ഈ ദിവസങ്ങളുടെ പ്രശ്നം? ഈ മാസത്തിന് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ട ഒരു മാസമാണോ മുഹറം? ഈ ഇസ്ലാമിൽ മുഹറത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അത് മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് എന്താണ് ആ ദിവസത്തിൽ മനസ്സിലാക്കാൻ പറ്റുക? നോക്കൂ, عن ابن عباس رضي الله عنهما قال قدم النبي صلى الله عليه وسلم المدينة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പ്രവേശിച്ചു. ഫറആ അൽ യഹൂദ് തസൂമു യൗമ ആശൂറാ. ഈ മക്കയിൽ ആളുകൾ പൊതുവെ എന്താ പറയാ, ഒരു ബഹുദൈവാരാധകരായ ആളുകളാണ്. എന്നാൽ മദീന അങ്ങനെയല്ല. മദീന അവര് അഹ്ലു കിതാബിൽപ്പെട്ട ആൾക്കാരാ. ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, അത്തരം ആളുകൾ താമസിക്കുന്ന ഇടമാണ് മദീന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച എന്താ വെച്ചാൽ, മദീനയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ജൂതന്മാർ, ആ ജൂതന്മാർ ഈ മുഹറം മാസത്തിന്റെ 10ാമത്തെ ദിവസത്തിനെ നോമ്പ് നോറ്റുകൊണ്ട് അവർ ആ ദിവസത്തിനെ ആദരിക്കുന്നു. ആശൂറാ എന്ന് പറഞ്ഞാൽ മുഹറത്തിന്റെ 10ാമത്തെ ദിവസമാണ്. ആ ദിവസത്തിൽ നോമ്പ് നോറ്റ് അവർ അതിനെ പ്രത്യേകമാക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, മഹാദാ എന്താ ഇങ്ങനെ ഒരു നോമ്പ്, ഇങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിന്? ഖാലു, അപ്പൊ ആ ജൂതന്മാർ പറഞ്ഞ മറുപടി, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഹാദാ യൗമുൻ നജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവിഹിം. ബനു ഇസ്രായേല്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാകുന്നു ഇത്. ഫസ്വാമഹു മൂസ. അതുകൊണ്ട് ആ പിന്നീടുള്ള ആ ദിവസങ്ങളിലൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റു. അതൊരു പവിത്രതയുള്ള ദിവസമായി ആ ദിവസത്തിൽ അദ്ദേഹം നോമ്പ് നോറ്റു. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും. ജൂതന്മാരെ, നിങ്ങളെക്കാൾ, നിങ്ങൾ മൂസാ നബിയുടെ അനന്തരാവകാശം അവകാശപ്പെടുന്നവരാണ്. സത്യത്തിൽ നിങ്ങൾ മൂസാ നബിയുടെ വഴിയിൽ നിന്ന് കുറെ ദൂരെയാണ്. മൂസാ നബിയുമായി ഏറ്റവും അടുത്തവൻ ഞാനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു സന്ദേശമാണോ പ്രബോധനം ചെയ്തത്, ആ സന്ദേശം പ്രബോധനം ചെയ്യുന്ന, അതിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാ. മൂസയുടെ മാർഗത്തിൽ ഇപ്പോൾ ഉള്ളത് ഞാനാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാളേറെ മൂസയുമായി ബന്ധപ്പെട്ടവൻ ഞാനാണ്. ഫസ്വാമഹു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ തുടങ്ങി. വഅമറ ബിസിയാമി, ആ ദിവസം നോമ്പ് നോൽക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഭാഗം കൂടി കേൾക്കണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് ചെയ്ത സംഭവമാണ്. അപ്പൊ നമുക്ക് തോന്നും, ജൂതന്മാർ നോറ്റു പറഞ്ഞപ്പോൾ റസൂലാണ് നോക്കുക പറയും, ഇതിന് അടിസ്ഥാനമൊന്നുമില്ലേ? ഉണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിൽ ഏതൊരു കാര്യം നമ്മളോട് കൽപ്പിക്കുമ്പോഴും അത് റസൂലുള്ളാഹിക്ക് നല്ലതാന്ന് തോന്നിയത് കൊണ്ടോ, റസൂലുള്ളാഹിക്ക് ശരിയാന്ന് തോന്നിയത് കൊണ്ടോ റസൂലുള്ള ഒരു കാര്യം മതത്തിന്റെ ഭാഗമാക്കിയിട്ടില്ല. അത് അള്ളാഹുവിന്റെ വഹ്യ് മുഖേനയാണ്. വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ കാര്യത്തിൽ ഒരു വാക്കുപോലും സ്വന്തം നിലക്ക് റസൂൽ പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അത് വഹിയായിട്ട് കിട്ടിയതാണ്. ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ, നമ്മൾക്ക് ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സംഭവം നമ്മുടെ മുമ്പിൽ രൂപപ്പെടുത്തുകയാണ്. മുഹറം 10 നമ്മൾ നോമ്പ് നോൽക്കണം. ആ നോമ്പ് നോൽക്കാനുള്ള ഉത്തരവ് അള്ളാഹുവിൽ നിന്ന് വരുന്നത് ഒരു പ്രത്യേക സാഹചര്യം അള്ളാഹു നമ്മുടെ മുമ്പിൽ രൂപപ്പെടുത്തി, ആ സാഹചര്യത്തിലൂടെ അള്ളാഹു നമുക്കത് നിയമമാക്കുകയാണ്. അവിടെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റു. മുസ്ലിം സമൂഹത്തോട് നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു. ഇനി തീർന്നിട്ടില്ല.
അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ ബീവി പറയട്ടോ, കാന യൗമു ആശൂറ തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ. ഈ മുഹറം 10 ഉണ്ടല്ലോ, ആശൂറ, ആ ദിവസത്തില് മക്കയിലായിരിക്കെ ഖുറൈശികള് ആ ദിവസത്തില് നോമ്പ് നോൽക്കാറുണ്ടായത്. ഓർക്ക് മൂസാ നബി ആയിട്ടൊന്നും ബന്ധമല്ല, ഖുറൈശിയൊക്കെ മൂസാ നബി എന്ന് അറിയില്ല. പക്ഷേ അവർ ഈ മുഹറം 10 അവരും ആദരിച്ചിരുന്നു. ആ ദിവസം അവർ നോമ്പ് നോറ്റിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ കൂടെ ആ നോമ്പ് നോറ്റിരുന്നു. പിന്നെ മദീനയിൽ വന്നപ്പോഴാണ് ആ നോമ്പിന്റെ കാരണം ഇന്നതാണ് എന്ന് ആ ജൂതന്മാരിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചരിത്രം മനസ്സിലാക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ ആദ്യ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തോട് അന്ന് മുതൽ ആ ദിവസം നോമ്പ് നോൽക്കൽ ഒരു കൽപ്പനയായി അത് അവരെ പഠിപ്പിച്ചു. പിന്നെ റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഇനി മുഹറം 10 നിങ്ങൾ നിർബന്ധമായിട്ട് നോൽക്കേണ്ടതില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോൽക്കാം, നോൽക്കാതിരിക്കാം. നിർബന്ധമായ നോമ്പ് ഇനി റമളാനിലെ നോമ്പാണ്. പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ മുഹറം എന്ന മാസം കേൾക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലേക്ക് വരേണ്ട ആ ചരിത്രം എന്താണ്, ചരിത്രബോധം എന്താണ്? അത് സങ്കടത്തിൻ്റെതാണോ, അത് വെറുപ്പിൻ്റെതാണോ, അതല്ല അത് സന്തോഷത്തിൻ്റെതാണോ? നമുക്കറിയാലോ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ജനതയുടെ ചരിത്രമാണോ കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞത് എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടും. ഏറ്റവും കൂടുതൽ അല്ലാഹു തആല ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞത് ബനൂ ഇസ്രായേല്യരുടെ ചരിത്രമാണ്. അത് എത്ര സ്ഥലത്താരങ്ങൾ ആവർത്തിച്ച് പറയണേ, നമുക്കൊരുപാട് പാടണ്ടയില്ലേ? എന്തിനാണ് ഖുർആനിൽ ബനൂ ഇസ്രായേല്യരുടെ കഥ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്ന് ചിലരെങ്കിലും ശങ്കിക്കാറുണ്ട്. പക്ഷേ ആ ബനൂ ഇസ്രായേല്യരുടെ ചരിത്രവും വർത്തമാനകാലത്ത് ജീവിക്കുന്ന നമ്മുടെ ചരിത്രവും തമ്മിൽ വേർതിരിക്കാനാവാത്ത ബന്ധമുണ്ട്. ഒരു ജനതയുടെ ജീവിതം അതങ്ങനെ അധികാരത്തിന്റെ ഉത്തുംഗതയിൽ അവിടുന്ന് അടിമത്തത്തിന്റെ അടിത്തട്ടിലേക്ക്, പിന്നെ അങ്ങനെ താന്നും ഉയർന്നും വളർന്നും ശോഷിച്ചും ഒരു ജനതയുടെ ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ ബനൂ ഇസ്രായേല്യര് അങ്ങനെ പഠിക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം. എപ്പോഴൊക്കെയാണ് അവർ ഔന്നിത്യത്തിലെത്തിയത്, എപ്പോഴൊക്കെയാണ് അവർ അധപതിച്ചു പോയത്, ആ അധപ്പതനത്തിന്റെ കാരണങ്ങൾ എന്താണ്, അത് അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ചരിത്രത്തിന്റെ ചുമരെഴുത്തുകൾ വായിക്കുന്നവർക്കാണ് ലോകത്ത് ജീവിക്കാൻ അധികാരമുള്ളത് എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ സത്യത്തിൽ ബനൂ ഇസ്രായേല്യരുടെ ആ ഉദ്ധാന പതനങ്ങളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠം ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ടായിരിക്കും അള്ളാഹു ഖുർആനിൽ ആ ജനതയുടെ ചരിത്രം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ്. മറ്റൊന്ന്, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേരു പറഞ്ഞ പ്രവാചകൻ ആരാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 4 സ്ഥലത്താ ഖുർആൻ പറഞ്ഞേ. 60-ലേറെ ഇടങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് പറയുന്നുണ്ട്. നിങ്ങൾ മുസ്താഫ് മറിച്ചു നോക്കേണ്ടി, ഒരു 4 പേജ് മറിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെങ്കിലും മൂസാ നബിന്റെ പേരൊന്ന് കാണും. ചെറിയ സൂറത്ത് മുതൽ വലിയ സൂറത്തുകളിൽ മുതൽ ആ സൂറത്തുൽ ബഖറയിലൊക്കെ അങ്ങനെ വരുമ്പോൾ മിക്കവാറും സൂറത്തുകളിലൊക്കെ മൂസാ നബിയുടെ പേരിങ്ങനെ ആവർത്തിച്ച് പറയും. വലിയ പാഠമുണ്ട് ആ പ്രവാചകന്റെ ജീവിതത്തിലും ആ പ്രവാചകന്റെ ദൗത്യത്തിലും ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് എക്കാലത്തും. അതുകൊണ്ടാണത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഹറം എന്ന മാസത്തിന്റെ പേര് കേൾക്കുമ്പോൾ സത്യത്തില് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരേണ്ട ചിത്രം ഈ സന്തോഷത്തിന്റെ ചിത്രമാണ്. ഒരു ജനതയെ അധികാരത്തിന്റെ മുഷ്കുപയോഗിച്ച് ചവിട്ടി കാലിനടിയിലിട്ട് അവരെ മനുഷ്യരായി പരിഗണിക്കാതെ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയെ അല്ലാഹു സുബ്ഹാനഹു തആല ഏതു വിധത്തിലാണ് കൈകാര്യം ചെയ്തത് എന്ന് ഈ ചരിത്രം നമ്മൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. നമുക്ക് ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. എത്രമാത്രം അധികാരമുള്ളവനായിരുന്നു ഫിറഔൻ. ഒരു രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും തൻ്റെ അധികാരത്തിന്റെ കരുത്തുള്ളവനായിരുന്നു. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെയാണ് അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തിയത്. ആ ഫിർഔനിന്റെ
ഇങ്ങനെ ഒരാൾ ജനിക്കുമ്പോൾ അയാളെ ഇല്ലാതാക്കാൻ ജനിച്ചു വരുന്ന ആൺകുട്ടികളെ മുഴുവനും കൊന്നൊടുക്കണമെന്ന് രാജ്യത്ത് നിയമം പ്രഖ്യാപിച്ച ആ അക്രമിയായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ തന്നെ സ്വന്തം മാതാവിൻ്റെ പാല് കുടിച്ചുകൊണ്ട് വളരാനുള്ള സൗഭാഗ്യം മൂസാ നബിക്ക്. നമ്മളൊക്കെ വിചാരിച്ചപ്പോൾ പടച്ചോനെ ഈ ജാതി ഭരണാധികാരികളൊക്കെ രാജ്യം ഭരിച്ചാൽ എങ്ങനെയപ്പം നമ്മളൊക്കെ ജീവിക്കുക അല്ലേ? രാജകുമാരനായിട്ടാണ് മൂസാ നബി വളർന്നേ. രാജകുമാരനായിട്ട് ഒരു കുറവുമില്ലാതെ വളർന്നേ, കൊട്ടാരത്തിലാണ് വളർന്നേ. അതാണ് പടച്ചോൻ, അതാണ് പടച്ചോൻ. നമ്മൾ വിചാരിക്കും പോലല്ല. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ അത് അള്ളാഹു നിശ്ചയിക്കും പോലെ നടക്കും. അപ്പോൾ ഈ മുഹറം മാസം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചരിത്രം, ഈ ബനൂ ഇസ്രായേല്യരും മൂസാ നബിയും ഫിർഔനും അതേപോലെ ആ അടിമത്തത്തിൻ്റെ എല്ലാ വേദനയും അനുഭവിച്ച ആ ജനതയും അവരുടെ മോചനവും അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരിക. ഒരു സന്തോഷത്തിൻ്റെ അല്ലേ, ഒരു നന്ദി എന്നോണമാണ്. അല്ലാഹു തആല ആ ജനതയെ രക്ഷപ്പെടുത്തിയതിൻ്റെ നന്ദി എന്നോണമാണ് ആ ജനത അന്ന് നോമ്പ് നോറ്റതും പിന്നീട് ആ നോമ്പിനെ നിലനിർത്തിയതും. അപ്പോൾ മുഹറം എന്ന പേര് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് വരേണ്ടത് ആ മാസത്തിൻ്റെ പ്രത്യേകതയും അള്ളാഹു അതിന് കൊടുത്ത പവിത്രതയും ആ മാസവുമായി ബന്ധപ്പെടുത്തി നമ്മളെ പഠിപ്പിച്ച ഈ ചരിത്രത്തിൻ്റെ മനോഹാരിതയും അതിന് നമ്മുടെ ജീവിതവുമായുള്ള ബന്ധവും നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ എവിടെയാണ് മുസ്ലിം സമൂഹത്തിൽ മുഹറം എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിയുന്ന ഒരു മാസമായിട്ട് അതെവിടെയാണ് രൂപപ്പെട്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച വിശ്വാസപരമായ ആദർശപരമായ വലിയ ഒരു അപകടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം ലോകത്ത് വിശ്വാസപരമായ വ്യതിയാനമുണ്ടാക്കി മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായ പിളർപ്പുണ്ടാക്കി കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് ഷിയാക്കൾ. ഷിയഅത്തു അലി അഥവാ അലിയുടെ വിഭാഗക്കാർ എന്ന പേരിലാണ് അവർ അക്കാലത്തെ ഉദയം ചെയ്തത്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖലീഫയായി തെരഞ്ഞെടുത്ത രാത്രിയിൽ അലി ബിൻ അബീ ത്വാലിബിന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത്, അബൂബക്കർ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല, വേറൊരു കുടുംബത്തിൽപ്പെട്ട ആളാ. അതുകൊണ്ട് അലി, താങ്കൾക്കാണ് ശരിക്ക് അധികാരം കിട്ടേണ്ടത്, താങ്കളാണ് ശരിക്ക് പ്രവാചകന്റെ അനന്തരാവകാശി ആവേണ്ടത്. താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ, അനുവദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അബൂബക്കറിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ ആവശ്യമായ സകല സൈനിക പിന്തുണയും ഞങ്ങൾ താങ്കൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അലി ബിൻ അബീ ത്വാലിബിന്റെ അടുത്ത് ആ രാത്രിയിൽ ആളുകൾ വരുന്നുണ്ട്. ചരിത്രത്തിന്റെ പേജുകളിൽ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. അലി ബിൻ അബീ ത്വാലിബ് അവരോട് പറഞ്ഞതേ, വാഗ്ദത്ത ലംഘനം, വഞ്ചന, ചതി ഇതൊന്നും മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാവണമെന്നത് തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ഇനി അതിനൊരു വഞ്ചന പാടില്ല. അദ്ദേഹം അവരെ തിരിച്ചയച്ചു അല്ലേ? അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണകാലം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വിശ്വാസദാർഢ്യത്തിന്റെ കാല. അബൂബക്കർ സിദ്ദീഖിന്റെ മുമ്പിൽ എതിരഭിപ്രായം പറയാൻ മാത്രം പാണ്ഡിത്യമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ആ സമൂഹത്തിൽ ആർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ 2.5 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലവും 3 മാസവും സ്വസ്ഥമായ കാലഘട്ടമായി. പിന്നീട് വന്ന രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ പേര് പോലെ അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിനാണ് കിട്ടിയത്. ആ സ്ഥാനപ്പേര് പോലെ തന്നെ സത്യവിശ്വാസികളുടെ അമീറായിട്ട് തന്നെയാണ് ഖലീഫ ഉമർ ഭരിച്ചത്. അതുകൊണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഏറ്റുമുട്ടലുകളൊന്നും ആ നാട്ടിൽ ഉണ്ടായില്ല. മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം അതിത്തിരി വ്യത്യസ്തമായ സംഭവങ്ങൾ കൊണ്ട് ധന്യമായ ഒരു കാലഘട്ടമാണ്. 10-13 കൊല്ലം 10-14 കൊല്ലം അദ്ദേഹം ഭരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണകാലം ഇസ്ലാമിക രാഷ്ട്രീയ രംഗത്തെ ഉരുൾപൊട്ടലുകളുടെ കാലമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നു. ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്നു. അബൂബക്കറും ഉമറും ഉസ്മാനും ഭരണം നടത്തുമ്പോൾ അവരുടെ രാഷ്ട്രത്തിന്റെ തലസ്ഥാനം മദീനയായിരുന്നു. പക്ഷേ ആ മദീനയെ കേന്ദ്രീകരിച്ച് ഭരണം നടത്താൻ പോലും പറ്റാത്ത വിധം കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമായതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് കൂഫയിലേക്ക് പറിച്ചു നടപ്പെട്ടു. പിന്നെ
ചരിത്രം വേറെ വഴിക്കാ പോണേ. പിന്നീടുണ്ടായ ഇസ്ലാമിക രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളെ നമുക്ക് പലപ്പോഴും ഇസ്ലാമികമെന്ന് ചിത്രീകരിക്കാൻ പറ്റാത്ത വിധം അത് പല വഴിക്ക് പല ഊടുവഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ ചരിത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പങ്ങട്ട് ഉണ്ടായതല്ല, അതിന് നൂറ്റാണ്ടുകളുടെ വേരുകളുണ്ട് എന്ന് മനസ്സിലാക്കാനും നമുക്ക് പറ്റും. ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ ഷിയാക്കളുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും. ഷിയത്തു അലി എന്ന പേരിൽ അലി അംഗീകരിക്കാതെ, അലിയുടെ പിൻബലമില്ലാതെ, അലിയുടെ അനുവാദമില്ലാതെ അവർ ഉണ്ടാക്കിയ ഒരു സംഘം. ആ സംഘത്തിന് പിൻബലം കിട്ടാൻ വേണ്ടി ഒരുപാട് കള്ളത്തരങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് അവർ കൂട്ടിച്ചേർത്ത് ഹദീസുകളായിട്ടും ആയത്തുകളായിട്ടും എന്തൊക്കെ കള്ളത്തരങ്ങളാ അവരുടെ ഭാഗമായിട്ടുണ്ടായത്. പല ജാതി നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ചില ആളുകളൊക്കെ പ്രസംഗവേദികളിലൊക്കെ ചെല്ലിപ്പറയുന്ന പല കാര്യങ്ങളും ഷിയാക്കളുടെ നിർമ്മിതികളാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും. ഈ ഖബർ ആരാധനയും ഖബറിൻ്റെ അടുത്തുള്ള ആഘോഷങ്ങളും ജന്മദിനങ്ങളും ചരമദിനങ്ങളും ഇതൊക്കെ ഷിയാക്കളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട സൗദി അറേബ്യയിലൊക്കെ ജീവിക്കുന്ന, അതേപോലെ ഈ ദമാമിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഷിയാക്കൾ അവർക്ക് സ്വാധീനമുള്ള ചില ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ നിങ്ങൾക്കറിയാം, ആ ആളുകളുടെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നു എന്നത് ഒരു വിരോധാഭാസം തന്നെയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കേട്ടോ. ഞാൻ വേഗം, അത് വിശാലമായ വിഷയമാണ്, അതിലേക്ക് പോകാതെ ചുരുക്കി പറയാം. ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന ഒരു ചരിത്രം അതെന്താ വെച്ചാൽ, അലി ഇബ്നു അബീ ത്വാലിബിന് ശേഷം സങ്കീർണമായ ആ രാഷ്ട്രീയ പ്രക്രിയയിൽ അലി ഇബ്നു അബീ ത്വാലിബിന്റെ മകൻ, പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അധികാരം ഏറ്റെടുക്കുവാൻ വേണ്ടി അവർ ക്ഷണിക്കുകയും, പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ ക്ഷണിച്ചവർക്ക് സാധിക്കാതെ വരികയും അവർ പിൻവാങ്ങുകയും ചെയ്തപ്പോൾ കർബലയിൽ വെച്ചുണ്ടായ പോരാട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ദയനീയമായി കൊല്ലപ്പെടുന്നുണ്ട്. ചരിത്രത്തിൽ നമ്മളാരും കേൾക്കാനും കാണാനും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചില സംഭവങ്ങളുടെ അതിൻ്റെ ഒരു ഭാഗമെന്നോണം ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കർബലയിൽ കൊല്ലപ്പെട്ടത് ഈ മുഹറം 10-നാണ്. അതായത് ഒന്നുകൂടി ആ കാലഘട്ടം നോക്കിയാൽ ഹിജ്റ 61-ാം വർഷം അല്ലെങ്കിൽ ക്രിസ്തു വർഷം 680 ഒക്ടോബർ 12-ാം തീയതിയാണ് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. അതൊരു വിഷയമാണ്. ഈ കർബല സത്യത്തിൽ നമ്മൾ ശരിക്കൊന്ന് പഠിക്കണം. നമുക്ക് നെറ്റിലൊക്കെ ഉപയോഗിച്ച് കർബലയെക്കുറിച്ച് പഠിക്കാൻ പറ്റും. നല്ല പ്രഭാഷണങ്ങൾ ആ വിഷയത്തിൽ കിട്ടും. എന്താണ് കർബല, അത് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ പഠിച്ചാൽ വർത്തമാനകാല രാഷ്ട്രീയത്തിലൊക്കെ അതിൻ്റെ സ്വാധീനം വലിയ രൂപത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. എന്തായിരുന്നാലും ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം ഷിയാക്കളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. അതുകൊണ്ട് തന്നെ അത് മറക്കാതിരിക്കാൻ ഈ കർബല ദിനം അവർക്ക് പെരുന്നാളുകളെക്കാൾ പ്രധാനപ്പെട്ട ദിനമാണ്. ഷിയാക്കളെ സംബന്ധിച്ച് പെരുന്നാളുകളെക്കാൾ, നമുക്ക് ഈദുൽ ഫിത്റൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ അവർക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം 10. സന്തോഷത്തിൻ്റെ അല്ല, സങ്കടത്തിൻ്റെ. അന്നത്തെ ദിവസം അവർ ആചരിക്കുന്ന ചില ആചാരങ്ങളുണ്ട്. നമ്മളൊക്കെ കാണാലോ, നെറ്റിലൊക്കെ ചിലപ്പോൾ കാണാലേ, നെഞ്ചത്തടിച്ച് കരഞ്ഞ്, അതേപോലെ ചില ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ച്, അതേപോലെ തീക്കനലുകൾ കൂട്ടിയിട്ട് ആ തീക്കനലുകളിലേക്ക് ചാടി ആ തീക്കനലുകളിലൂടെ അവർ മനുഷ്യരെ വലിച്ചു കൊണ്ടുപോയി എന്തൊക്കെ വേദനിപ്പിക്കുന്ന. കാരണം ഇമാം, അല്ലെങ്കിൽ അവർ വിശ്വസിക്കും പോലെ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് വേദനകളെക്കാളേറെ ഞങ്ങളെ വേദനിപ്പിക്കുന്നതാണ് എന്നവർ വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച് 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കർബല ഉണ്ടാവണേ. മുഹറം 10-ന്റെ പ്രത്യേകത പ്രവാചകൻ പഠിപ്പിച്ചതാ, പ്രവാചകൻ നോമ്പ് നോറ്റതാ. എന്നിട്ട് അത് കഴിഞ്ഞ് 50 കൊല്ലം കഴിഞ്ഞുണ്ടായ കർബലയിലെ പോരാട്ടമാണ് മുഹറം മാസത്തിന്റെ സവിശേഷത എന്ന് വിശ്വസിക്കാൻ ഈ സമൂഹത്തിന് ഒരു മടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം.
അതുകൊണ്ട് ഷിയാക്കൾ പ്രചരിപ്പിച്ചു മുഹറം മാസം ശപിക്കപ്പെട്ട ഒരു മാസമാണ്, ദുശകുനത്തിൻ്റെ മാസമാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് സന്തോഷിക്കാൻ പാടില്ലാത്ത മാസമാണ്, പുതിയ പുതിയ യാതൊന്നും ചെയ്യാൻ പാടില്ലാത്ത മാസമാണ്. കല്യാണങ്ങൾ, അതേപോലത്തെ സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം പൊന്നാനിയിലെ മഖ്ദൂം കുടുംബത്തിലൂടെയാണ് അത് പണ്ഡിതോചിതമായി നിലനിന്നത്. എന്നാൽ ഈ കൊണ്ടോട്ടിയിലൊക്കെ വന്ന് പാർത്ത ചില തങ്ങന്മാരിലൂടെ ഈ ഷിയാക്കളുടെ വിശ്വാസം വലിയ രൂപത്തിൽ കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഓർമ്മല്ലേ, നമ്മുടെയൊക്കെ ചില വീടുകളിൽ ചെന്നാൽ ഈ വീടിൻ്റെ ചുമരിലൊക്കെ ചില കാലിഗ്രാഫിയിൽ എഴുതി വെച്ചതൊക്കെ കാണാം. ഒരു ഭാഗത്ത് അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, അതിൻ്റെ നടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരൊക്കെ കാണും. അതായത് ഇസ്ലാമിൻ്റെ അധികാരം പ്രവാചകൻ അലി, ആ പ്രവാചകന്റെ കുടുംബത്തൂടെ അലിയിലൂടെയാണ് ലോകത്ത് നിലനിൽക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് കള്ളനാണ്, ചതിയനാണ്, അധികാരം പിടിച്ചെടുത്ത ആളാണ്, അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പുറത്താണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കള്ളനാണ്, ചതിയനാണ്, അധികാരം പിടിച്ചെടുത്ത ആളാണ്, ഇസ്ലാം എന്ന് പുറത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ. അവരെ പിന്തുണച്ച 10,000-കണക്കിന് സഹാബികളുണ്ടല്ലോ, അവരൊക്കെ പിഴച്ചോലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ആദർശത്തിന്റെ വാക്താക്കൾ. അത് കുറേ വിഭാഗങ്ങളുണ്ട് ഷിയാക്കള്. ചില വിഭാഗങ്ങൾ പ്രവാചകനേക്കാൾ മേലെയാണ് അലി ഇബ്നു അബീ ത്വാലിബിനെ അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശരിക്ക് അലിക്കായിരുന്നു പ്രവാചകത്വം കിട്ടേണ്ടത്, പക്ഷെ എവിടെയോ പിഴച്ചിട്ടാണ് അത് മുഹമ്മദ് നബിക്ക് കിട്ടിയത് എന്ന് വിശ്വസിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് അള്ളാഹുവിനോളമാണ് അദ്ദേഹത്തിന്റെ സ്ഥാനമെന്ന് വിശ്വസിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആൻ വ്യാജമാണ്, ഇതല്ല ശരിക്കുള്ള ഖുർആൻ. ഈ ഖുർആനിൽ 6000 ചില്ലാനം ആയത്തുകളുള്ളൂ, എന്നാൽ 10,000-ലേറെ ആയത്തുകൾ അത് അലി ഇബ്നു അബീ ത്വാലിബുമായി ബന്ധപ്പെട്ട ആയത്തുകൾ. അത് ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ അബൂബക്കറും കൂട്ടരും അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആ വിഭാഗത്തിലുണ്ട്. അപകടകരമായ വിശ്വാസമാണ്. പക്ഷേ അവരുടെ ആശയങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലേക്ക് പലതരത്തിൽ കുത്തിവെക്കാൻ അവർ ശ്രമിക്കുകയും ആ ശ്രമത്തിൽ പലയിടത്തും അവർ വിജയിക്കുകയും നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം ആളുകളുടെ മനസ്സിലും ഇപ്പോഴും അത്തരം വിശ്വാസത്തിൻ്റെ ശേഷിപ്പുകൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പഴയ കാലത്തിൻ്റെ ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ കുത്തറാത്തീപൊക്കെ ഉണ്ടല്ലോ, ദേഹത്തൊക്കെ മുറിവേൽപ്പിച്ച് ആ യാ അലി യാ ഉസ്മാൻ യാ അലൊക്കെ പറഞ്ഞ് ആ ചാട്ടം ചാടുന്നൊക്കെ, അതൊക്കെ സത്യത്തിൽ ഈ ഷിയാ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില, അതേപോലെ അലി ഇബ്നു അബീ ത്വാലിബുമായി ബന്ധപ്പെട്ട ചില വീരകഥകൾ, ആ കഥകളുമായി ബന്ധപ്പെട്ട് പിന്നെ നടക്കുന്ന കുറേ കലാപരിപാടികൾ, അതൊക്കെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ദുശകുനം, മാസം ശരിയല്ല, ദിവസം ശരിയല്ല, സമയം ശരിയല്ല, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടേ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കാലത്തെ ശപിക്കരുത്. സമയം ശരിയല്ല, കാലം മോശാണ്, ഇതൊരു നശിച്ച കാലായി പോയി, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. അനദ്ദഹർ, അല്ലാഹ് പറയാണ്, ഞാനാണ് കാലം, ഞാനാണ് രാവും പകലുണ്ടാക്കുന്നത്. എനിക്ക് അള്ളാഹ്ക്ക് തെറ്റൂലല്ലോ. അള്ളാഹ്ക്ക് തെറ്റുമ്പോഴല്ലേ ഒരു ദിവസം മോശാവുക, ഒരു സമയം മോശാവുക, രാവിലെ വൈകുന്നേരം മോശാവുക. അള്ളാഹ് പറയാണ്, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, ഞാനാണ് കാലം, ഞാനാണ് രാവും പകലും മാറ്റിമറിക്കുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെയാ കാലത്തെ ചീത്ത പറയാ? അപ്പൊ കാലല്ല മോശം, പിന്നെ മോശം എന്താണ്? മോശം നമ്മളെടുത്താണ്. ഒരു മനുഷ്യന് നല്ല ശകുനം, ചീത്ത ശകുനം, അങ്ങനെ ശകുനല്ല. റസൂല് പറഞ്ഞത് ശകുനം നോക്കൽ ശിർക്കാണെന്നാ പറഞ്ഞേ. ഒരു സംഭവം തുടങ്ങാൻ വേണ്ടി ഏതാ നല്ല സമയം? അല്ല ഉസ്താദെ, നമ്മൾ വീടും കെട്ട് പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങാൻ വേണ്ടി തുടങ്ങാണ്, ഏതാപ്പം നല്ല സമയം? ഒരു പുതിയ ഷോപ്പ് തുടങ്ങാൻ പോവുക, ഏതാപ്പം നല്ലത്? കലണ്ടറുകളൊക്കെ ഞാറ്റുവേലകളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, രാഹുകാലങ്ങളുണ്ട്, ഒരുപാട് കാലങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാ ചില ആൾക്കാർ ഏർപ്പാട് തുടങ്ങുക. ശിർക്കാണെന്നാ പറഞ്ഞേ, ശിർക്ക്. കാരണം ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യം പടച്ചോന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം അതിൻ്റെ പിന്നിൽ ഇത്തരം കാരണങ്ങളാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അത് ശിർക്കിലേക്കുള്ളതല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ശകുനം നോക്കുക എന്ന് പറയുന്നത് ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നന്മ ഫലം കിട്ടും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അതന്നെ
നമ്മുടെ ദുശകുനവും നമ്മുടെ നല്ല ശകുനവും ഒക്കെ നമ്മുടെ തോളിൽ തന്നെ ഉണ്ടെന്നാ. പണ്ട് യാസീനിൽ പറയുന്നില്ലേ, പ്രവാചകന്മാർ നാട്ടിൽ വന്നപ്പോ ആ നാട്ടിലത്തെ ആൾക്കാർ പ്രവാചകനെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കെന്താണ്? കാലു ഇന്ന തത്തയ്യർനാബിക്കും, അല്ലേ? നിങ്ങളെ കൊണ്ട് നിങ്ങൾ രണ്ട് ആൾക്കാർ ഇവിടെ വന്ന് ഈ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട് പാക പ്രശ്ന, മഴയില്ല, പ്രശ്നമല്ല, ഒരുപാട്, ഞങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ദുശകുനത്തിലാണ് എന്ന് പറഞ്ഞപ്പോ ആ പ്രവാചകന്മാർ പറഞ്ഞ മറുപടി എന്താ? കാലു ത്വാഇറുക്കും മഅക്കും. നിങ്ങൾ കറുത്ത പൂച്ചനെ കണ്ടാൽ, അല്ലെങ്കിൽ കണ്ണൊട്ടനെ കണ്ടാൽ, അല്ലെങ്കിൽ രാവിലെ തന്നെ ചൂല് കണ്ടാൽ, അല്ലെങ്കിൽ രാവിലെ തന്നെ അത് കണ്ടാൽ, അങ്ങനെ ഒന്നുമില്ല. നിങ്ങളൊക്കെ ദുശകുനം നിങ്ങളൊപ്പം തന്നെയാണ്. നിങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ തീറ്റ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ദോഷം നിങ്ങൾക്ക് ഉണ്ട്. അതിന് വേറൊരാളെ കുറ്റം പറയണ്ട, ഞാൻ ഓനെ കണിയേണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ശരിയല്ല എന്ന് പറഞ്ഞാണ്, തങ്ങൾ പറഞ്ഞാണ് ആ സമയം ശരിയല്ല, ഉസ്താദ് പറഞ്ഞാണ് ആ ദിവസം ശരിയല്ല, എന്നിട്ട് എടുത്തു ചാടിയിട്ടല്ലേ അനുഭവിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ വിശ്വാസത്തിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടാവട്ടെ. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മുഹറം മാസം 10 നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുഹറം 10 നോമ്പ് നോൽക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ ആ ദിവസത്തിൽ നോമ്പ് നോറ്റു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിൻ്റെ തൊട്ടുമുമ്പത്തെ മാസം, തൊട്ടുമുമ്പത്തെ റമളാനിൽ പ്രവാചകന്റെ അടുത്ത് വന്ന് ചില ആൾക്കാർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസാറ. റസൂലേ, ഈ മുഹറം 10 എന്നുള്ള ദിവസം നമ്മൾ അതിനെ ശ്രേഷ്ഠമാക്കി നോമ്പ് നോൽക്കുന്നുണ്ട്, അതുപോലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നോൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫൈദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംനാ അൽ യൗമത് താസി. എന്താ പറഞ്ഞറിയോ? ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തിൽ ഞാൻ ആ ജൂതന്മാരും നസാറാക്കളും നോൽക്കുന്നത് മുഹറം 10-നാണ്. അതുകൊണ്ട് അവരോട് വ്യത്യാസപ്പെട്ടുകൊണ്ട് അടുത്ത വർഷം ഞാൻ ഇൻഷാ അല്ലാഹ് മുഹറം 9 കൂടി നോൽക്കും. എന്താണ് ഇൻഷാ അല്ലാഹ് സുംനാ അൽ യൗമത് താസി, 9 കൂടി നോൽക്കും. കാല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണേ, ഫലം യഅതിൽ ആമുൽ മുഖ്ബിൽ ഹത്താ തുവഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അടുത്ത മാസത്തിലെ മുഹറം മാസം വന്നപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10-നേ നോമ്പ് നോറ്റിട്ടുള്ളൂ. പക്ഷേ തൻ്റെ അവസാന വർഷത്തിൽ പ്രവാചകൻ പറഞ്ഞു, അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഞാൻ 9-ന് നോൽക്കും. പക്ഷേ ആ 9-ന് നോൽക്കാൻ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്ക് 9-ഉം നോൽക്കാം. പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, മുഹറം 10 നോമ്പ് നോൽക്കൽ ശ്രേഷ്ഠമാണ്, അത് പ്രവാചകന്റെ കൽപ്പനയാണ്, നോറ്റിട്ടുണ്ട്, നോൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 10 നോൽക്കുക, എല്ലാവരും നോൽക്കുക. ആ ദിവസത്തിന് പറയുന്ന പേര് ആശൂറാ എന്നാണ്. ഇനി 9 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസം നോറ്റിട്ടില്ല, പക്ഷെ അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഞാനത് നോൽക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് സ്വഹീഹായ ഹദീസുകളിലൂടെ, സ്വീകാര്യമായ പരമ്പരകളിലൂടെ വന്ന ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുഹറം 9 അതിന് പറയുന്ന പേര് താസുആ എന്നാണ്. താസുഅ, തിസ്അത്ത് എന്നാണല്ലോ 9-ന് പറയാ. താസുആ, ആ 9-നും നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ചരിത്രം എന്തിനാണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ, എന്താ ഇപ്പം ചരിത്രം പഠിച്ചിട്ട് കാര്യമുള്ളത്? ചരിത്രം പഠിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ശരിയാക്കാനും വിശ്വാസത്തിലെ അപകടങ്ങളെ തള്ളിക്കളയാനുമൊക്കെ ചരിത്രം നമ്മളെ സഹായിക്കും. ചരിത്രം ഏതെങ്കിലും ചരിത്രം പഠിച്ചാൽ പോരാ, ചരിത്രം പഠിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകളുടെ, സ്വീകാര്യമായ പരമ്പരകളുടെ പിൻബലമുള്ള ചരിത്രങ്ങൾ ശരിയായ രൂപത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം. അതിലൂടെ നമ്മുടെ ദീനിനെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം, ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും അറിയാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.